കുട്ടികളുടെ കാര്യങ്ങൾ നമ്മളല്ലാതെ മറ്റാരാണ് ശ്രദ്ധിക്കുക എന്നും പറഞ്ഞ് അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇടപെടുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, അവരെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരുടെ ഗ്രോത്തിനെ നിങ്ങൾ തടയുകയാണോ ചെയ്യുന്നത്? ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മളുടെ ഓരോ പ്രവർത്തികളും അവരെ സപ്പോർട്ട് ചെയ്യുകയാണോ അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിനെ തടയുകയാണോ എന്നുള്ളത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിലൊന്നാമതായിട്ട്, അവരെന്ത് കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ആവുകയും അവരെങ്ങനെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ? അതുപോലെ ഒരു തവണ പോലും ഒരു കാര്യങ്ങളും അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കാതെ നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ടോ? സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പ്രായമായെങ്കിൽ പോലും ഇപ്പോൾ ഓരോ പ്രായത്തിലും അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുഞ്ഞു പ്രായത്തിലാവുമ്പോൾ അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവർക്ക് തന്നെ ഡിസിഷൻ എടുക്കാനുള്ള ഒരു പെർമിഷൻ കൊടുക്കാതെ അവരുടെ നല്ലതിന് എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണോ തീരുമാനം എടുക്കുന്നത്? അതുപോലെ സിറ്റുവേഷൻസ് എപ്പോഴും സേഫ് ആണെങ്കിൽ പോലും നിങ്ങൾ അവരോട് വേണ്ട, അരുത്, പിന്നെ ചെയ്യാം, അതൊരിക്കലും ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ പറയാറുള്ളത്? ഇനി മറ്റൊരു കാര്യം, നിങ്ങളല്ല ആ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തി വരാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ അസാന്നിധ്യത്തിൽ കുട്ടി സേഫ് അല്ല എന്ന് ഫീൽ ചെയ്യുക. അതുപോലെ അവരെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുക. അവരെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും മോശം പറയുകയും ചെയ്യുക. വലിയ രീതിയിൽ പണിഷ്മെൻറ്റുകൾ കൊടുക്കുക. അവരൊരിക്കലും സ്നേഹത്തോടു കൂടി അവരോട് സംസാരിക്കാതെ എപ്പോഴും പെർഫെക്റ്റ് ആവണം, ഏറ്റവും ഫസ്റ്റ് ആവണം എന്നുള്ള രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കുക. ഓരോ ഏജിലും അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചലഞ്ച് അവർ ഫേസ് ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫിന് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല എന്നതാണ്. കൗൺസിലിംഗ് സർവീസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്